നിങ്ങളുടെ വീട്ടിലെ സ്വർണം എന്തിനാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത്? ഒരു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആഭരണമായി. എന്നാൽ ഒരു രാജ്യം മൊത്തമായി സ്വർണം വാങ്ങിക്കൂട്ടുന്നത് എന്തിനായിരിക്കും? നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത ഈ സാമ്പത്തിക നീക്കത്തിന് പിന്നിൽ ഒരു വലിയ രഹസ്യമുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ സ്വർണ്ണക്കുതിക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ നിങ്ങളെ അമ്പരപ്പിക്കും. സ്വർണശേഖരത്തിൽ ഇന്ത്യയുടെ കുതിപ്പ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 57.5 ടൺ സ്വർണമാണ് RBI ഒറ്റയടിക്ക് വാങ്ങിയത്. ഇത് 7 വർഷത്തെ റെക്കോർഡാണ്. കേവലം 5 വർഷത്തിനുള്ളിൽ 653 ടൺ ഉണ്ടായിരുന്ന സ്വർണം 880 ടണ്ണായി വർദ്ധിച്ച് മൊത്തം 35% വളർച്ച രേഖപ്പെടുത്തി. ലോകത്ത് 10ാമതായിരുന്ന നമ്മൾ ഇപ്പോൾ 7ാം സ്ഥാനത്ത് എത്തി. 2021-ൽ 6.86% വിദേശ നാണ്യ കരുതൽ ധനത്തിലെ സ്വർണത്തിന്റെ വിഹിതം 11.35% ഉയർന്നത് ഒരു സാധാരണ കാര്യമല്ല. ഇത് വെറുമൊരു കണക്കാണെന്നു പറഞ്ഞു തള്ളിക്കളയാനും പറ്റില്ല. പിന്നിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്. അത് എന്താണെന്ന് നോക്കാം. ഇന്ത്യയുടെ സ്വർണക്കമ്പത്തിന് പിന്നിലെ ഒന്നാമത്തെ രഹസ്യം ഡോളറുമായി ബന്ധപ്പെട്ടതാണ്. വിദേശ നാണ്യ കരുതൽ ധനത്തിന്റെ സിംഹഭാഗവും അമേരിക്കൻ ഡോളറിലാണ് സൂക്ഷിക്കുന്നത് എന്ന അവസ്ഥ മാറേണ്ടതുണ്ട്. കോവിഡ് മഹാമാരിക്ക് ശേഷം റഷ്യ യുക്രൈൻ യുദ്ധം, വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഡോളറിന്റെ മൂല്യത്തിൽ വലിയ ഇടിവുകൾക്ക് കാരണമായി. 2025 ജനുവരിയിൽ 110 ഉണ്ടായിരുന്ന ഡോളർ സൂചിക ഇപ്പോൾ 100 താഴെയാണ്. ഈ സാഹചര്യത്തിൽ ഡോളറിനെ മാത്രം വിശ്വസിക്കുന്നത് അപകടകരമാണെന്ന് RBI തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് രൂപയുടെ ശക്തി ഉറപ്പാക്കാനും സാമ്പത്തിക അടിയന്തരാവസ്ഥകളെ നേരിടാനും ഏറ്റവും വിശ്വസനീയമായ സ്വർണത്തിലേക്ക് കേന്ദ്ര ബാങ്ക് തിരിയുകയാണ്. രണ്ടാമത്തെ കാരണം സ്വർണത്തിന്റെ സേഫ് ഹേവൻ എന്ന പദവിയാണ്. ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളും സാമ്പത്തിക പിരിമുറുക്കങ്ങളും സാമ്പത്തിക വ്യവസ്ഥയുടെ സ്ഥിരതയെ ചോദ്യം ചെയ്യുമ്പോൾ സ്വർണത്തിന് ഒരു നിക്ഷേപം എന്നതിലുപരി വലിയൊരു സുരക്ഷാ മൂല്യമുണ്ട്. ഏത് പ്രതിസന്ധിയിലും ഒരു രാജ്യത്തിന് പൂർണ്ണമായി വിശ്വസിക്കാവുന്ന, ലോകം അംഗീകരിക്കുന്ന ഒരു ആസ്തി സ്വർണമാണ്. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 2022 സെപ്റ്റംബർ മുതൽ RBI 214 ടൺ സ്വർണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇത് കേവലം ഒരു സാമ്പത്തിക നീക്കമല്ല, ആഗോള അരക്ഷിതാവസ്ഥയിൽ സ്വന്തം രാജ്യത്ത് കരുതലുകൾ സുരക്ഷിതമാക്കാനുള്ള ദീർഘവീക്ഷണമുള്ള തീരുമാനമാണ്. മൂന്നാമത്തെ കാരണം ഇന്ത്യൻ രൂപയെ ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യമാക്കുക. എങ്ങനെ? സ്വർണശേഖരം വർദ്ധിപ്പിക്കുന്നതിലൂടെ രൂപയ്ക്ക് ഒരു പിൻബലം നൽകുന്നു. ഇത് ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യൻ രൂപയിൽ ഇടപാടുകൾ നടത്താൻ കൂടുതൽ ധൈര്യം നൽകും. UPI പോലുള്ള നമ്മുടെ പേയ്മെന്റ് സംവിധാനങ്ങൾ ലോകമെമ്പാടും ഉപയോഗിക്കണമെങ്കിൽ രൂപയ്ക്ക് ഈ വിശ്വാസ്യത കൂടിയേ തീരൂ. ക്രൂഡ് ഓയിൽ വില കുറയുന്നതും ഡോളറിന്മേലുള്ള ആശ്രയം കുറയുന്നതും നമ്മുടെ ഇറക്കുമതി ബിൽ കുറയ്ക്കാൻ സഹായിക്കും. ഇത് രൂപയെ സ്ഥിരതയുള്ളതാക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ദീർഘകാലത്തേക്ക് ഭദ്രമാക്കുകയും ചെയ്യും. ഈ നയപരമായ നീക്കങ്ങൾക്കപ്പുറം ഇന്ത്യക്ക് സ്വർണവുമായി ഒരു ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധമുണ്ട്. കല്യാണങ്ങൾക്കും മതപരമായ ചടങ്ങുകൾക്കും തലമുറകളായി കൈമാറുന്ന സമ്പത്തായും സ്വർണം ഇവിടെ ഉപയോഗിക്കുന്നു. ഗ്രാമീണ മേഖലകളിൽ സാമ്പത്തിക അറിവില്ലായ്മയും ബാങ്കുകളോടുള്ള വിശ്വാസക്കുറവും കാരണം പലരും സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി കാണുന്നു. ഈ സ്വകാര്യ ശേഖരം ഔദ്യോഗിക കരുതൽ ധനത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാർ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത്. ഇത് സ്വർണ്ണ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, ഇന്ത്യ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ്. ഡോളറിന്മേലുള്ള അമിത ആശ്രയം കുറയ്ക്കുക, ആഗോള അനിശ്ചിതത്വങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിക്കുക, രൂപയുടെ ആഗോള സ്വീകാര്യത വർദ്ധിപ്പിക്കുക, സ്വർണ്ണ ഇറക്കുമതി കുറച്ച് സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക. ഈ നീക്കങ്ങൾ രാജ്യത്തിന്റെ ദീർഘകാല സാമ്പത്തിക ഭാവിക്കുവേണ്ടിയുള്ള തന്ത്രപരമായ ഒരു ചുവടുവെപ്പാണ്.